നമസ്കാരം കൂട്ടുകാരെ. നിങ്ങളൊരു വിവാഹിതനോ വിവാഹിതയോ ആണോ? അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണോ? അതുമല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാളാണോ എങ്കിൽ തീർച്ചയായും എൻ്റെ ഈ വീഡിയോ കാണണം. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങളിലെ പ്രധാന വില്ലനായ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPDയെ പറ്റിയാണ്. എന്താണ് ഈ NPD? നിങ്ങളുടെ പാർട്ട്ണറിന് NPD ഉണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നീ വിഷയങ്ങളെപ്പറ്റിയാണ് ഞാനിന്നിവിടെ സംസാരിക്കുന്നത്. ഇതിനെപ്പറ്റി വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാനൊരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒന്നുമല്ല. പിന്നെ എനിക്കിത് പറയാനുള്ള യോഗ്യത എന്താണെന്ന് വെച്ചാൽ ഇത് ഈ പ്രശ്നം അനുഭവിക്കുന്നവരെ എനിക്ക് നേരിട്ട് അറിയാം. എൻ്റെ ബന്ധത്തിലും പരിചയത്തിലും ഒക്കെയായി ഈ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ദമ്പതികളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അതിൻ്റെ പുറത്താണ് ഞാനിത് പറയുന്നത്. മാത്രവുമല്ല, ഈ ഒരു വിഷയത്തെപ്പറ്റി ഞാൻ ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുടുംബബന്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ഈ NPD എന്ന് പറയുന്നത്. എന്താണ് NPD എന്ന് നോക്കാം. അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഒന്ന്, ആദ്യമായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങളോ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോ, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധത്തിലുള്ളവർ, ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനാകാം, അമ്മയാകാം, സഹോദരനോ സഹോദരിയോ ആകാം, അങ്ങനെ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവരെയും ആദ്യം നിങ്ങളിൽ നിന്ന് അകറ്റും. നമ്മൾ ആദ്യം വിചാരിക്കുന്നത് സെൽഫിഷ്നെസ് കൊണ്ട് അല്ല, അവർക്ക് നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്, അല്ലെങ്കിൽ പോസസീവ്നെസ് കൊണ്ടാണ് എന്നൊക്കെ തോന്നും. നമ്മൾ പതിയെ എന്ത് ചെയ്യും, അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഈ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ നമ്മൾ ഒഴിവാക്കും. അങ്ങനെ എല്ലാവരിൽ നിന്നും ഒഴിവാക്കി നമ്മൾ അവരുടേതായിട്ട് മാത്രമായി മാറും. പക്ഷേ ഒരിക്കലും ഈ നാർസിസ്റ്റ് തിരിച്ച് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തരില്ല. ഒരിക്കൽ നിങ്ങൾ എല്ലാവരിൽ നിന്നും അകന്നു എന്ന് ഒരു ബോധ്യമായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അവരുടെ അടിമയാണ്. പിന്നീട് അവർ നിങ്ങളെ അനുസരിക്കാതെയാവും. അവർ പറയുന്ന താളത്തിനൊത്ത് നിങ്ങൾ തുള്ളേണ്ടതായിട്ട് വരും. ഒരു തരം എന്താണ്, ജയിലിൽ അകപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ. വല്ലാത്തൊരു തടവറയിലായിരിക്കും നിങ്ങൾ. നിങ്ങൾക്ക് ആരോടും പരാതി പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ഓൾറെഡി എല്ലാവരെയും എന്ത് ചെയ്തിട്ടുണ്ട്, വെറുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരോടും പോയി പരാതി പറയാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഇവരെ അനുസരിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. പിന്നെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയാണ്. ഒരിക്കലും നിങ്ങളെ അവർ അംഗീകരിച്ച് തരത്തില്ല. അവർ എന്ത് ഉന്നുന്നോ, എന്ത് ലക്ഷ്യം വെക്കുന്നോ അതും കൊണ്ടേ അവർ പോകും. അതിനു വേണ്ടിയിട്ട് അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഇവരുടെ തെറ്റുകൾ ഒരിക്കലും ഇവർ അംഗീകരിച്ച് തരില്ല. ഇനിയും അത് കൈയോടെ പിടിച്ച് നിങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് കൊടുത്താൽ പോലും, തെളിവുകൾ സഹിതം മുന്നിൽ കൊണ്ടു കൊടുത്താൽ പോലും അവർ അംഗീകരിച്ച് തരത്തില്ല. ഒരിക്കലും ചെയ്ത തെറ്റിന് അവരൊരിക്കലും ക്ഷമ ചോദിക്കില്ല. നിങ്ങൾ അത് പ്രതീക്ഷിക്കേ വേണ്ട. അതായത് ക്ഷമ എന്നൊരു വാക്ക് ഇവരുടെ ഡിക്ഷണറിയിൽ പോലും ഉണ്ടാവില്ല. അവർ ഒരിക്കലും നിങ്ങളുടെ കഴിവുകളെ അംഗീകരിച്ചു തരികയോ നിങ്ങളെ അംഗീകരിക്കുകയോ ചെയ്യില്ല. എപ്പോഴും ഈ വിക്ടിമിന് മുകളിൽ ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കാനാണ് ഈ നാർസിസ്റ്റ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അവർ വലിയ സ്നേഹമൊക്കെ കാണിക്കും. അത് അവരുടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആ ആവശ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവർ പഴയപടിയാകും. നിരന്തരമായി നിങ്ങളുമായി തർക്കങ്ങളിൽ ഏർപ്പെടുകയും നിങ്ങളുടെ ജീവിതം നരകതുല്യമാക്കുകയും ചെയ്യും. ഒരിക്കലും ഈ ലൂപ്പിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു ബന്ധനത്തിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഒരു നാർസിസ്റ്റ് വളരെയധികം സെൽഫിഷ് ആയിരിക്കും. അവരെ മാത്രമാണ് സ്നേഹിക്കുന്നത്.
സെൽഫ് ലവ് മാത്രം ഉള്ള അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് മാത്രമുള്ള ഒരു കൂട്ടരാണ് ഈ നാർസിസ്റ്റ് എന്ന് പറഞ്ഞാൽ. മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റിക്കോ അവരുടെ വ്യക്തിത്വത്തിനോ ഒന്നും അവർ വില കൽപ്പിക്കില്ല. അടുത്ത ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും പ്രവൃത്തിയിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുന്നെങ്കിലും അംഗീകാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവരതിൽ കംഫർട്ടേ അല്ല. നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം അത് അവരെന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. ഒരു നാർസിസ്റ്റിൻ്റെ കൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും നരകതുല്യമായിരിക്കും. അവർക്ക് സ്നേഹമില്ല, പരിഗണന തരത്തില്ല, ഒരു സിമ്പതിയോ എമ്പതിയോ ഉള്ളവരല്ല ഈ നാർസിസ്റ്റുകൾ. ഒരു ദയയോ കാരുണ്യമോ ഒന്നും നിങ്ങളോട് കാണിക്കില്ല. അവർക്ക് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒപ്പം കൂട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരിക്കലും അനുവദിക്കില്ല അവർ. ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ണറിൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലവറിൽ കാണുന്നുണ്ടെങ്കിൽ, ആ ബന്ധത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പരിഹാരം. കാരണം നാർസിസ്റ്റുകളെ ഒരിക്കലും നമുക്ക് പറഞ്ഞു തിരുത്താൻ സാധിക്കില്ല. ഒരു മരുന്ന് കൊണ്ടോ സൈക്കോളജിസ്റ്റിനെ സമീപിച്ചത് കൊണ്ടോ ഒന്നും ഈ നാർസിസം എന്നുള്ള അവസ്ഥയിൽ നിന്നും അവരെ മാറ്റാൻ സാധിക്കില്ല. മാറണമെങ്കിൽ അവർ സ്വയം തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനം അവരുടെ ഭാഗത്തുനിന്നും ഒരിക്കലും ഉണ്ടാകാൻ സാധിക്കില്ല. കാരണം ഇവർ അറിയുന്നില്ല ഇവർ നാർസിസ്റ്റ് ആണ് എന്നുള്ള കാര്യം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ്, സെൽഫിഷ്നെസ്, ഇതെല്ലാം എക്സ്ട്രീം ലെവലിലുള്ളവരാണ് ഈ നാർസിസ്റ്റുകൾ. അതുകൊണ്ട് ഒരിക്കലും അവരുടെ തെറ്റുകൾ അവരൊരിക്കലും വിശകലനം ചെയ്യത്തില്ല. അതിനെ എപ്പോഴും ഒരിക്കൽ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും ആയിക്കോട്ടെ, അവർക്ക് ഈ നാർസിസം ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ അവരോടൊപ്പം നിൽക്കരുത്. ആ റിലേഷനിൽ നിന്നും ദൂരെ മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അല്ലെങ്കിൽ നാർസിസ്റ്റുകൾ നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളുടെ ജീവിതത്തെ കുളം തോണ്ടും. പിന്നെ പലർക്കും ചില കാരണങ്ങളാൽ ഇതിൽ നിന്നും വിട്ടുപോകാൻ പറ്റാതെ വരും. ഉദാഹരണത്തിന് വിവാഹിതരാണെങ്കിൽ അതിനിടയിൽ ഒരു കുട്ടി കാണും. അപ്പോൾ ഈ കുട്ടിയെ ഓർത്ത്, അതിൻ്റെ ഭാവിയെ ഓർത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കും. അത് ഇവർക്കൊരു വളമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ബന്ധത്തിൽ നിന്നും വിട്ടുമാറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഭീമമായ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ 1-2 കാരണങ്ങളാൽ നാർസിസ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടും അവരോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന ഹതഭാഗ്യന്മാർ ഒരുപാടാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ നാർസിസ്റ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരികയും നിങ്ങളുടെ ജീവിതം ഒരു നരകതുല്യമാവുകയും ചെയ്യും. ഇനി ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുമായി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നതിനെക്കുറിച്ച് ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് സംവദിക്കുന്നതാണ്. താങ്ക് യു.